എല്ലാവർക്കും അവരവരുടെ ഭാവി നാളെ നാളെ എന്താകും എന്ന് കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ലോകത്തിലെ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. നാളുകളൊന്ന് കണ്ടായിരുന്നെങ്കിൽ. അതിനുവേണ്ടി ചിലര് ഭൂതങ്ങളെ ആശ്രയിക്കും, മന്ത്രവാദം അല്ലെങ്കിൽ വിവിധ രീതികളിൽ കൂടി അതിന്റെ നാളുകളൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇന്ന് ഈ കേപ്പ് ഹോണിലുള്ള ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഭീതിജനകമായ ഒരു ജോലിയാണ് ആ ലൈറ്റ് ഹൗസിലെ ജോലി എന്ന് പറയുന്നത്. കാരണം അത് അറ്റ്ലാന്റിക് ഓഷനും പസഫിക് ഓഷനും കൂടി തമ്മിൽ ചേരുന്ന ഇടത്താണ് ഈ ലൈറ്റ് ഹൗസ് വെച്ചിരിക്കുന്നത്. ഈ ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോലിയാണ് ഏറ്റവും ഭീകരമായ ജോലി. കാരണം അവിടെ ഒറ്റപ്പെട്ട് വേണം ജീവിക്കാൻ. ഒറ്റപ്പെട്ട് ഈ ലോകത്തിലെ ഏറ്റവും ഭീതിജനമായ ജോലിയുള്ള ഒന്നാണ് ഈ കേപ്പ് ഹോണിലുള്ള ഈ ലൈറ്റ് ഹൗസ്. കാരണം അവിടെ ഉയരുന്ന തിരമാലകൾക്ക് 20 മീറ്റർ മുതൽ അല്ലെങ്കിൽ 20-30 മീറ്റർ ഉയരത്തിലൊക്കെ അത് ഉയരുന്നു. ഞാൻ ഒരു 10 നില കെട്ടിടത്തിന്റെ അത്ര ഉയരത്തിലൊക്കെ തിരമാലകൾ ചിലപ്പോൾ വന്നിരിക്കും. പക്ഷെങ്കില് അവിടെയും ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ ലൈറ്റ് ഹൗസ് അനേകർക്ക് വെളിച്ചം കാണിക്കുന്നു. അനേക കപ്പലുകൾ അപകടത്തിൽപ്പെടാതെ സൂക്ഷിക്കുന്നത് ആ ലൈറ്റ് ഹൗസ്. ഇങ്ങനെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഭീകരമായ സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ പോലും നാളുകൾക്ക് പ്രതീക്ഷ തരുന്ന ഒരനുഭവം, അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാവി ഭൂതങ്ങളുടെ കയ്യിലല്ല ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കൾക്കും ജീവിതത്തിൽ വിവിധ പ്രശ്നങ്ങളും പ്രതികൂലവും തടസ്സവും വിഷയങ്ങളൊക്കെ ഉണ്ടാകും. ദൈനംദിനമായ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെങ്കില് ദൈവമക്കൾ മുമ്പേ പറഞ്ഞ പോലെ കേപ്പ് ഹോണിലുള്ള ആ ലൈറ്റ് ഹൗസ് പോലെ അത് നിൽക്കുന്നത് ഏറ്റവും ഭീതിജനമായ അന്തരീക്ഷമാണെങ്കിലും അത് വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഉദ്ദേശം അത് നിർവഹിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ഒരു ദൈവത്തിന്റെ മുമ്പിലും വിഷയം പ്രശ്നവും വരുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇന്നലെയും സഭായോഗം കൂടി അനേകരുമായിട്ട് സംസാരിച്ചപ്പോൾ അനേകരുടെ ഒരു ആശങ്കയാണ്, ഒരു വല്ലാത്ത സാഹചര്യമാണ്. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ജോലി അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ വിവിധ വിഷയങ്ങള് അല്ലെങ്കിൽ രോഗത്തിൻ്റെത്, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാവിയെ പറ്റിയുള്ളത് എന്ന് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിങ്ങനെ കയ്യിൽ എണ്ണ വിട്ട് പറയുക വിവിധ വിഷയങ്ങള്. ഇന്നെ കേൾക്കുന്നതിനോട് ലോകത്തിൽ എല്ലാവർക്കും വിവിധ വിഷയങ്ങളുണ്ട്. മിക്കവാറും എല്ലാവർക്കും, കുറച്ചുപേരെങ്കിലും കാണുമായിരിക്കും ഒരു വിഷയമില്ല. അവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ലോകത്തില് വിവിധ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടല്ലോ. പക്ഷെ പേടിക്കണ്ടെന്നേ, ഇത് ആ ലൈറ്റ് ഹൗസ് പോലെ ആ ഏറ്റവും ഭീതിജനകമായ അന്തരീക്ഷത്തിലാണെങ്കിലും അത് ലൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ വേഗത്തിൽ അതിലേക്കാണ് വന്നത്. അപ്പൊ തുടക്കം ഇവിടെ ഭാവി ഭൂതങ്ങളുടെ കയ്യിലല്ല ദൈവം വെച്ചേക്കുന്നത്. ഭാവി, ഒരു ദൈവവേദന്റെ ഭാവി അവന്റെ ഉള്ളിൽ തന്നെ ദൈവം കൊടുത്തിട്ടുണ്ട്. അവനറിയാം. ഇന്ന് വേഗത്തിൽ അതിലേക്കാണ് ഞാൻ പോകാനാകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും പറയും, പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൽ പ്രാർത്ഥിക്കാത്തവരായിട്ടും കുറച്ചുപേരെ കാണത്തുള്ളായിരിക്കും. നിരീശ്വരവാദികൾ ചിലപ്പോൾ പ്രാർത്ഥിക്കത്തില്ലായിരിക്കും. പക്ഷെ നല്ലൊരു കല്ലെടുത്ത് പറയുന്ന ആരെങ്കിലും ഒരേറ് അവരുടെ പുറത്തിനിട്ട് എറിഞ്ഞാൽ ആദ്യം അവർ വിളിക്കുന്നത് ദൈവമേ എന്നായിരിക്കും അവരും വിളിക്കാൻ പോകുന്നത്. ദൈവമേ എന്നായിരിക്കും അവരും വിളിക്കുന്നത്. ഏത് നിരീശ്വരവാദിയും ആദ്യം ഒരു ഏറ് കിട്ടുമ്പോൾ ദൈവമേ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ലോകത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ. അപ്പൊ എല്ലാവരും പറയുന്നത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് അതിലേക്കാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന? അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു. ദൈവവചനത്തിൽ കൂടിയുള്ള പ്രാർത്ഥനയുടെ ശക്തി എന്താണ്? ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 50 കിലോമീറ്റർ ഉള്ളൂ. 50 കിലോമീറ്ററേ ഉള്ളൂ ആലപ്പുഴ കടൽ തീരം പോകാൻ. ആലപ്പുഴ ബീച്ചിലേക്ക് ഞങ്ങളുടെ അടുത്ത് താമസിക്കുക ഏറ്റവും അടുത്ത് ആലപ്പുഴ കടൽ ബീച്ചാണ്. അവിടെ ചെന്നാൽ എനിക്ക് കടല് കാണാം. എനിക്ക് ആലപ്പുഴ ബീച്ചിൽ നിന്നാൽ കടല് കാണാം. പക്ഷെ കടലിൽ ആഴം അളക്കാൻ പറ്റുന്നത് പിടികിട്ടിയെന്ന് തോന്നുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞ പേരിൽ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പ്രാർത്ഥനയുടെ ആഴം എത്ര പേര് കാണുന്നുണ്ട്? അവിടെയാണ് വ്യത്യാസം. പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുന്നവരെ, പക്ഷെ ഈ പ്രാർത്ഥനയുടെ ശക്തി, ആലപ്പുഴ ബീച്ചിൽ കാണുന്ന കടലാണ്. പക്ഷെ അതിന്റെ ആഴം മൗണ്ട് എവറസ്റ്റിനെ പോലും കൊണ്ട് ഇറക്കി വെച്ചാൽ മൂടിപ്പോകുന്ന തരത്തിൽ ആഴമുണ്ട് കടലിലെ ചില സ്ഥലങ്ങളുണ്ട്.
മരിയാന ട്രെഞ്ചസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്. അവിടെ മൗണ്ട് എവറസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതുപോലെ എടുത്ത് കൊണ്ടുവച്ചാലും അത് മുങ്ങിപ്പോകും. അത്ര ആഴമാണ്. പക്ഷെ ആലപ്പുഴ ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും കടൽ കാണുന്നുണ്ട്. ഇന്നെ കേൾക്കുന്നവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, പക്ഷെ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അഥവാ പ്രാർത്ഥനയുടെ ആഴം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് അതിലേക്കാണ് വരാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇതാ പറഞ്ഞു, ലോകം എപ്പോഴും റീസണിങ്ങിന്റെ പുറകെ, ഹ്യൂമൻ റീസണിങ്ങിൽ അവർക്ക് ഇപ്പൊ കടന്നു പോകുന്ന സാഹചര്യം, ഇപ്പൊ കടന്നു പോകുന്ന വിഷയങ്ങള്, അല്ലെങ്കിൽ കഴിഞ്ഞ അനുഭവങ്ങള്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങള്, മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ ഒത്തിരി നമ്മളെ സ്വാധീനിക്കും. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആലോചന ആയിരിക്കരുത്, ദൈവത്തിന്റെ ആലോചന വേണം ആദ്യം ചെവി കൊടുക്കുക. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റും. ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ ജീവിക്കാൻ പറ്റുമോ? അഭിപ്രായം കേൾക്കാം, പക്ഷെ എടുക്കണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ മുറ്റത്തൂടോ അല്ലെങ്കിൽ റോഡിൽ കൂടെ നടക്കുക എന്നുള്ളൂ, ആകാശത്തിൽ കൂടെ ആയിരക്കണക്കിന് കാക്കയും മറ്റ് പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. ചെറു കിളികളും വലിയ കിളികളും ഒക്കെ ആകാശത്തിൽ കൂടെ എന്റെ തലയ്ക്ക് മേളിക്കൂടെ പറന്നു പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, ആ കിളി എന്റെ തലയെ കൂട് കെട്ടണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കട്ടെ. ആ കിളി എന്റെ തലയെ കൂട് കെട്ടണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കും. ഇന്നെന്നെ കേൾക്കുന്നവരോട് പറയാം, ദൈവപൈതലും ലോകപ്രകാരമുള്ള അഭിപ്രായവും സാഹചര്യവും കണ്ടും കേട്ടും ഒക്കെയാ ജീവിക്കുന്നത്. പക്ഷെ ആ അഭിപ്രായങ്ങൾ എന്റെ തലയിലോട്ട് കയറ്റണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാനമായ ചിന്ത, എന്റെ ദൈവം എന്തു പറയും, ഓരോ സാഹചര്യങ്ങളും എന്റെ ദൈവം എന്തു പറയും. അപ്പോൾ ഇന്ന് വേഗത്തിൽ ഒരു ദൈവവചനത്തിലേക്ക് പോവാം. അത് മറ്റൊന്നുമല്ല, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം ഒന്നെടുത്തോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, സത്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ, കർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് പറയാ, ലോകത്തോടല്ല കർത്താവ് ഇത് പറഞ്ഞു, കർത്താവിനെ അന്വേഷിച്ച് കർത്താവിന്റെ കൂടെ നടക്കുന്നവരോട് പറയാ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. താൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും. അപ്പൊ നടക്കുമോ? കടൽ കണ്ടിട്ട്, ആലപ്പുഴ കണ്ടിട്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് പോരുവാണോ? നോ, അതിന്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങും, ആഴത്തിലേക്ക്. അപ്പോൾ പ്രാർത്ഥനയുടെ ആഴം എന്താണ്? അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പ്രാർത്ഥനയുടെ ആഴമെന്ന് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം ചിലത് കാണിച്ചു തരും. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മള് ചില കാര്യങ്ങള് ദൈവത്തോട് പറഞ്ഞിട്ട് പായെന്ന് എഴുന്നേറ്റ് പോകല്ലേ, അവിടെ ഇരുന്നിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അങ്ങനെ ഒരു പ്രൊഫഷനുണ്ട്. ദൈവം ചിലത് കാണിച്ചു തരും. കാണിച്ചു തരൂ? യെസ്, കാണിച്ചു തരും. അപ്പോൾ ഇന്ന് അത് നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ വീണ്ടും ജനിച്ച ദൈവം, വീണ്ടും ജനിച്ച ദൈവമക്കൾ, ആത്മാവിൽ ദൈവത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ, അതാ ഞാൻ പറഞ്ഞത്, ശിഷ്യന്മാരോടാ, കർത്താവിന്റെ കൂടെ ആത്മീയ തലങ്ങളിൽ നടന്നവരോടാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനായി, അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ ശിഷ്യന്മാർ എന്തെല്ലാം പ്രശ്നവും പ്രതികൂലത്തിൽ കൂടി പോയി, പക്ഷെ തളർന്നു പോയോ? അവർ ഒരിക്കലെങ്കിലും മടുത്ത് അവരിരുന്നോ? ഇല്ല. കാര്യം ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ചിലത് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ ചുരുക്കം, പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റിയാലും, അന്തരീക്ഷം ഒന്ന് മാറ്റിയാലും. അപ്പോൾ ഇന്ന് മുതലുള്ള പ്രാർത്ഥന ഇങ്ങനെ തീരുമാനിക്കുക, ഞാൻ എന്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് കുറച്ചേരം ഇരുന്ന് കരഞ്ഞ് മറത്തടിച്ചിട്ട് എഴുന്നേറ്റ് പോവല്ല, എന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അത് തന്നെയല്ല, ദൈവം ചിലത് കാണിച്ചു തരികയും ചെയ്യും. കാണിച്ചു തരൂ. ശബ്ദം കേൾക്കുക എന്ന് മാത്രമാണല്ലോ ബ്രദറെ ഇത്രയും നാള് പറഞ്ഞേക്കുന്നത്. ദൈവം കാണിച്ചു തരൂ. യെസ്, ദൈവം കാണിച്ചു തരും. ഞാൻ ഒരു ഭാഗം എടുക്കുക. 2 ദിനവൃത്താന്തം അതിന്റെ 26:5 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത്. അതൊക്കെ വിട്ടേരാ, അതൊക്കെ നമ്മൾ വാക്യം വായിച്ചെന്നുള്ളൂ, അതൊക്കെ വിട്ടേരാ.
പ്രധാന പോയിന്റ് അത്രയില്ല. അവൻ ദൈവത്തെ അന്വേഷിച്ച് യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന്റെ ആലോചന ചോദിച്ചപ്പോഴൊക്കെ കാലത്ത് ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഇന്നത്തെ ഒരു ദൂത് പോലെ എടുത്തോ. പ്രാർത്ഥനയിൽ നീ ദൈവത്തെ അന്വേഷിച്ച് ദൈവ ശബ്ദത്തിന് വേണ്ടി ദാഹിക്കുന്നു. ദൈവം എന്നെ, എന്റെ ഭാവി, എനിക്ക് മുന്നോട്ട് പോകാനുള്ളത് കാണിച്ചു തരണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. അതായത് പറഞ്ഞു, വീണ്ടും ജനിക്കാതെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുന്നു ഞാൻ കുഞ്ഞുകളിയല്ല. ഏത് വലിയ തിരമാല അടിച്ചാലും 30, 60, 20, 30 മീറ്റർ ഉയരത്തിൽ, 10 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ആ തിരമാല അടിച്ചാലും ആ ലൈറ്റ് ഹൗസ് അവിടെ തന്നെ ഉണ്ട്. വിഷയമല്ല. കാര്യം ഡിസൈൻ ചെയ്തേക്കുന്നത് അതിനും മുകളിൽ തല ഉയർത്തി നിന്ന് വെളിച്ചം കാണിക്കാൻ വേണ്ടി തല ഉയർത്തി നിന്നുണ്ട്. അപ്പൊ എങ്ങനെ 30 എന്ന് വച്ചേക്കുന്നത്? 30 കഴിഞ്ഞ ഒരു 100 വർഷമായിട്ടല്ലേ 150 വർഷമായിട്ട് അതിൽ കൂടുതൽ ഈ തിരമാല പൊങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവിടെ അവര് 30 വെച്ചേക്കുന്നത്. പക്ഷെങ്കിൽ ആ 30 കറക്റ്റ് കൊണ്ടുവച്ചിട്ട് അവര് വെച്ചിട്ടില്ല. അടുത്തൊരു 30 കൂടെ അടിച്ചാലും വെളിച്ചം കാണിക്കണം. അങ്ങനെയാണ് അവർ ലൈറ്റ് ഹൗസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ 30 ഉള്ളൂ, മാക്സിമം 30 ഉള്ളൂ. പക്ഷെ ഈ അടുത്തൊരു 30 കൂടെ അടിച്ചാലും കുഴപ്പമില്ല, ഈ ലൈറ്റ് ഹൗസ് അതിന് മുകളിൽ നിന്നുകൊണ്ട് വെളിച്ചം കാണിക്കും. നിന്നെ കേൾക്കുന്നവരോട് പറഞ്ഞേ, ജീവിതത്തിൽ എന്നാ പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും ഒരു വീണ്ടും ജനിച്ച ദൈവം ഇതിൽ തല ഉയർത്തി നിൽക്കും. പ്രശ്നം പ്രതികൂലമൊക്കെ അവനും ചോദിച്ചു, അവനും മനുഷ്യബുദ്ധിയുള്ളവനും, അവന് മനുഷ്യബുദ്ധിയിൽ ഈ ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കും. പക്ഷെ തല ഉയർത്തി നിന്ന് അതിന് മുകളിൽ കൂടി അവൻ ചിലത് കാണും. അപ്പൊ ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തെ അന്വേഷിച്ചവനോടുകൂടി ദൈവം അവനോട് ആലോചന ചെയ്ത്, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ, അവനെ ദൈവത്തെ അന്വേഷിച്ച് അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി എന്ന് പറഞ്ഞാൽ നിന്റെ പ്രതികൂലത്തിനകത്ത്, പ്രതിസന്ധിക്കകത്ത് നിന്നിരിക്കുന്ന ചില സാഹചര്യങ്ങളും ദൈവത്തിന് നിന്നെ അഭിവൃദ്ധിപ്പെടുത്താം. ദൈവത്തെ അന്വേഷിക്കണം. അപ്പൊ എങ്ങനെയാ അന്വേഷിക്കേണ്ടത്? പ്രാർത്ഥിച്ച് രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്, ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ച്, വൈകിട്ട് പ്രാർത്ഥിച്ച്, കർമ്മമായിട്ട് ഒരു ക്രിയയായിട്ട് അത് ചെയ്യാതെ എനിക്ക് എന്റെ ദൈവത്തിന്റെ ശബ്ദം വേണം. ഇന്നത്തെ ഞാൻ ദിവസം മുൻപോട്ട് പോകുമ്പോൾ എനിക്ക് എന്റെ ദൈവത്തിന്റെ ആലോചന കേട്ടേ പറ്റുന്നു. മാത്രമല്ല അവൻ ചിലത് കാണിച്ചു തരികയും ചെയ്യും. നമ്മൾ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. കാരണം 3 ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചിട്ട് വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. 2 പ്രധാനമായിട്ടും അപ്പോസ്തലർ പ്രവൃത്തി 2 ആ പുതിയ നിയമസഭ ആരംഭിച്ചപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കോട്ട് ചെയ്ത് പറയാൻ പത്രോസ് പറയുന്ന കാര്യമുണ്ട്. അപ്പോസ്തലർ പ്രവൃത്തി 2:17 പത്രോസ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പരിശുദ്ധ അതുകൊണ്ടാണ് പറഞ്ഞത്, വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവവേദിലെ ദൈവം ചിലത് നിന്നെ കാണിക്കും, ചിലത് കേൾപ്പിക്കും. അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുമ്പോൾ എത്ര ഭീകരമായ തിരമാല അടിച്ചാലും അതിന് മുകളിൽ നിന്നുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയുടെ വലിപ്പത്തിൽ, ഞാൻ പറഞ്ഞത് കടൽ വെറും കണ്ടിട്ട് പോലെ അതിന്റെ ആഴത്തിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടും. ദൈവം എന്റെ ഭാവി എനിക്ക് കാണിച്ചു തരും. ദൈവം എന്റെ കുഞ്ഞുങ്ങളെ പറ്റി, എന്റെ ഭാവിയെ പറ്റി ചില ആലോചനകൾ എന്റെ മുമ്പിൽ കാണിച്ചു തരും, കേൾപ്പിക്കും. ദൈവിക ദർശനങ്ങൾ എനിക്ക് തരും. ഇന്ന് അതില്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം. അല്ലാതെ ദൈവത്തെ പിറുപിറുക്കാനും കുറ്റം പറയാനും നിൽക്കരുത്. പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവ് ഇങ്ങനൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വേണം. പ്രാർത്ഥനയിൽ എന്നോട് ശബ്ദം കേൾക്കുക മാത്രമല്ല, എന്റെ ഭാവി കാണിച്ചു തരണം. അവിടെ എഴുതിക്കുന്ന എങ്ങനെ? അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. എങ്ങനെയാ? അന്വേഷിച്ചപ്പോ ദൈവം സംസാരിച്ചു, ദൈവം ചിലത് കാണിച്ചു. ഈ പുതിയ നിയമത്തിൽ ശക്തമായി ദൈവം ഉപയോഗിച്ചവർക്കെല്ലാം ദർശനങ്ങൾ ലഭിച്ചു. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദാനിയേൽ ദർശനം ലഭിച്ചവൻ, ഒരു ദർശനം ലഭിക്കുക. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദർശനങ്ങൾ ലഭിക്കുക. ഒരു ജോസഫിന് ദർശനം ലഭിച്ചു. ഒരു പത്രോസിന് അപ്പോസ്തലരുടെ 10-ാം അധ്യായത്തിൽ
തന്റെ ശുശ്രൂഷയുടെ പുതിയ ഒരു മുഖം തുറന്ന് കർത്താവ് കൊടുക്കുമ്പോൾ ഒരു ദർശനത്തോടു കൂടി ആരംഭിച്ചു. കൊർന്നല്യോസ് അതേ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് തന്റെ ജീവിത അനുഭവത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുതിയ ഒരു വഴി തുറന്നപ്പോൾ ഒരു ദർശനം കൊടുത്തു കർത്താവ്. ദൂതൻ നിൽക്കുന്നത് കണ്ടു. പത്രോസ് കണ്ടു, ഒരു ദുപ്പട്ടിയിൽ ഇറക്കിയ ദർശനം കണ്ടു. പൗലോസ് മാസിഡോണിയൻ സഭയിൽ ഒരാളെന്നെ കൈ നീട്ടി വരിക എന്ന് വിളിക്കുന്ന ദർശനം കണ്ടു. ഇങ്ങനെ കേൾക്കുന്ന വെറും പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ചടങ്ങ് അവസാനിപ്പിച്ചിട്ട് എഴുന്നേക്കാതെ, എന്നിട്ട് പിറുപിറുക്കാതെ, എന്തുകൊണ്ട് അവസ്ഥകൾ മാറാത്ത, എന്തുകൊണ്ട് നോ, ഇന്ന് മുതൽ പറഞ്ഞു കർത്താവെ എനിക്ക് കേൾക്കുകയും വേണം, കാണുകയും വേണം. അങ്ങനെ പ്രൊവിഷൻ ഉണ്ടോ? ഉണ്ട്. ദൈവശബ്ദം കേൾക്കുവാൻ അത് ഞാൻ പറഞ്ഞല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ആണ്. അതൊന്നും നമുക്ക് പറഞ്ഞു പഠിപ്പിച്ച് അതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് സൈക്കിൾ കയറ്റം പോസ്റ്റലിൽ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? പോസ്റ്റലിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കൂടെ സൈക്കിൾ കയറ്റം പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? സൈക്കിളിൽ കയറാൻ പറ്റും? അത് എക്സ്പീരിയൻസ് ചെയ്യാം. പോസ്റ്റലിൽ സൈക്കിൾ കയറ്റം പഠിച്ചാൽ ഇന്ന് വരെ ആരെങ്കിലും സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട്? അത് എക്സ്പീരിയൻസ് ചെയ്യാം. പലർക്കും ലൈസൻസ് ഉള്ളവർ വണ്ടി ഓടിക്കുന്നില്ലല്ലോ. എന്താ കാര്യം? ലൈസൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യ. എക്സ്പീരിയൻസ്. ഇന്ന് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. പ്രാർത്ഥന കർത്താവിനോട് പറയണം, കർത്താവെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്കത് വേണം. എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം, അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. അത് തന്നെയല്ല, എനിക്ക് ചില ദർശനങ്ങൾ എനിക്ക് തരണം. എനിക്ക് എന്റെ ഭാവിയെ പറ്റി, എന്റെ തലമുറകളെ പറ്റി, എന്റെ ശുശ്രൂഷയെ പറ്റി, എന്റെ മുൻപോട്ടുള്ള ഭാവിയെ പറ്റി എനിക്ക് ദർശനം തരണം. കാരണം അവിടെ ആ ദർശനം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വാസമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകുന്നതല്ല കർത്താവ്. ദർശനമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകും. എന്റെ ജനമാണ്, പക്ഷെ എന്നാ വിശ്വാസമില്ലായികയാൽ നശിച്ചു പോകുന്ന നിലവുണ്ട്. ദർശനമില്ലായികയാൽ നശിച്ചു പോകും. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറട്ടെ, ആത്മീയത വെറും ഒരു വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞ് മറയല്ല ഇത്. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ഷോ അല്ല. അത് നിന്റെ ഡ്രസ്സിന്റെ കളർ, ഒരു റെഡ് ഷർട്ട് ഇട്ടാലെങ്കിലും വെള്ള ഷർട്ട് ഇട്ടവരെക്കാൾ കൂടുതൽ ആത്മീയമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും. അല്ലെ ഒരു കടുവാപ്പുള്ളി ഡ്രസ് ഇട്ടാലും, എന്നത് ഞാനതൊന്നും ഇടാൻ പോകുന്നില്ല, കടുവാപ്പുള്ളി ഡ്രസ് ഇട്ടാലും വെള്ളവസ്ത്രം ധരിച്ച് വിശുദ്ധി വെളിയിൽ കാണിക്കുന്ന വ്യക്തിയെക്കാളും ഞാൻ വെള്ളവസ്ത്രം ധരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ സഭായോഗങ്ങളിലൊക്കെ വെള്ളവസ്ത്രമാണ് ധരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേക ഒരു ഗ്രൂപ്പിനെ പറയാല്ലേ, വെളിയിലുള്ള ഒന്നും അല്ല ദൈവം നോക്കുന്നത്, നിന്റെ ഹൃദയമാ ദൈവം നോക്കുന്നത്. നിന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ ഭാരത്തിൽ, ഭയത്തിൽ, നാളെ പറ്റിയുള്ള ആശങ്കയിൽ പേടിച്ച് എന്ത് സംഭവിക്കും എന്നൊക്കെ പേടി, നമുക്ക് ഈ മോഡൊന്ന് മാറ്റിയിടാം. ഈ മോഡൊന്ന് മാറ്റിയിടാം. മോഡെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ തലം ഒന്ന് മാറ്റിയിടും. സാധാരണ പ്രെയർ ലൈഫ് മാറ്റി അടുത്ത തലത്തിലോട്ടൊന്ന് എടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത്. നമ്മള് വാഹനം ഓടിക്കുമ്പോൾ 6 ഗിയറൊക്കെയാ തന്നേക്കുന്നത്. 6 ഗിയർ ഒന്ന് പണ്ട് 4 ഉള്ളായിരുന്നു, ഇപ്പൊ 5ഉം 6ഉം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാ? സുഗമമായ യാത്രയ്ക്ക് വേണ്ടി, സുഗമമായ യാത്രയ്ക്ക് വേണ്ടി. അപ്പോൾ സുഗമമായ, ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ അന്വേഷിച്ച സമയത്തൊക്കെയും ദൈവം അവന് അഭിവൃദ്ധി നൽകി. കാരണം അവർക്കൊരു ദർശനം ഉണ്ടായിരുന്നു. വിഷയങ്ങളിൽ പതറിപ്പോകുന്നവരല്ലായിരുന്നു അവര്. എല്ലാ വഴി അടഞ്ഞാലും അവർക്കറിയാം ഒരു വഴി തുറന്നു, എന്റെ ദൈവം വഴി തുറന്നു. ഇനി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ അതിലേക്ക് ബാക്കി ഞാനത് കണ്ടിന്യൂ ചെയ്തോളാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ ലൈവിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കടന്നു വരാം. ഈ കേൾക്കുന്ന, ഞാൻ പറഞ്ഞില്ല, ഇതെന്താ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ഞാൻ പറഞ്ഞില്ല, ദൈവവചനമാണ്. ദൈവത്തിന്റെ ശബ്ദം ദൈവവചനമാണ്. അത് തന്നെയല്ല നമ്മുടെ അകത്ത്. അത് നാളെ ഒക്കെ ആണെങ്കിൽ ഞാൻ നാളെ അതിനെപ്പറ്റി പറയാം. എന്റെ ജീവിതത്തിൽ വന്ന അനുഭവം കൂടെ ചേർത്ത് പറയാം. ഇത് വീഡിയോ ഒത്തിരി നീളുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഒന്നൊന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദൈവത്തിന്റെ ദൂതായിട്ടൊന്ന് എഴുതി. പ്രാർത്ഥന വെറും കടല് ബീച്ചിൽ നിന്ന് കണ്ടിട്ടും കടൽ എന്ന് പറഞ്ഞിട്ടും പോരുകല്ല. അതിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങാൻ കർത്താവെ സഹായിക്കും. ആഴത്തിലേക്ക്, പ്രാർത്ഥനയുടെ ശക്തിയുടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ, പ്രാർത്ഥനയുടെ വലിപ്പത്തിലേക്കൊന്ന് ഇറങ്ങാൻ കർത്താവെ സഹായിക്കും. അവിടെ ദൈവ ശബ്ദം കേൾക്കാം, ദൈവം കാണിച്ചു തരുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ളവരാ ഞാൻ പറഞ്ഞത്, കേപ്പ് ഹോണിലുള്ള ആ ലൈറ്റ് ഹൗസ് പോലെ നീക്കും. 30 അല്ല 60 അടി പൊക്കത്തിൽ തിരമാല വന്നാലും പേടിക്കത്തില്ല, അതിന് മുകളിലും ഞാൻ വെളിച്ചം കാണിച്ചുകൊണ്ടിരിക്കും. അതാ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8:12 കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും.
യേശു ക്രിസ്തു വെളിച്ചമാണ്. വീണ്ടും ജനനം തമാശല്ല. മറ്റുള്ളവർ പരിഹസിച്ചതുകൊണ്ടും കളിയാക്കിയതുകൊണ്ടും പരിശുദ്ധാത്മ അഭിഷേകത്തെ കളിയാക്കിയതുകൊണ്ടൊന്നും നമ്മളും നിർത്തത്തില്ല. നമ്മൾ കൂട്ടായ്മ നിർത്തത്തില്ല. മറ്റുള്ളവർ പരിഹസിച്ചെന്ന് പറഞ്ഞ് ഒന്നും നമ്മുടെ സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ട് ചിലർ പറയും, ഇതുണ്ട് ഇന്ന സാഹചര്യം, പിന്നെ എന്തിനാ ആരാധിക്കാൻ പോകുന്നത്? അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കിളികൾ പറന്നു പൊക്കോട്ടെ, എന്റെ തലയിൽ കൂട് വെക്കണമെന്ന് ഞാനാ തീരുമാനിക്കും. ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ തലങ്ങൾ, പ്രാർത്ഥനയുടെ വിവിധ തലങ്ങൾ കേൾക്കാനും കാണാനുമുള്ളത് എനിക്ക് കൃപ തന്നെ. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അങ്ങ് പറഞ്ഞ വാക്കാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ വഴി നടത്തും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. ആ ശബ്ദം കേട്ടുകൊണ്ട്, ദൈവശബ്ദം കേട്ടുകൊണ്ട്, ദൈവം കാണിച്ചു തരുന്ന കണ്ടുകൊണ്ട് അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ പത്രോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, പൗലോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, കൊർന്നലിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ദാനിയേൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ജോസഫ് കണ്ടിട്ടുണ്ടെങ്കിൽ, അബ്രഹാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കാണും. സെക്കരിയാവ് കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഹന്ന കണ്ടെങ്കിൽ, കർത്താവേ അങ്ങ് ഉപയോഗിച്ച എല്ലാവരും ദർശനം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണും. യിരെമ്യാവ് കണ്ടെങ്കിൽ, യെഹെസ്കേൽ കണ്ടെങ്കിൽ, യെശയ്യാവ് കണ്ടെങ്കിൽ ഞങ്ങൾക്കും കാണും. യേശുവിന്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നു. ഇതിൽ കേൾക്കുന്ന മുഴുവൻ പേരും ആ പ്രാർത്ഥനയുടെ അടുത്ത തലങ്ങൾ വെളിപ്പെടാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അനുഭവം, അതിൽ കർത്താവ് തരുന്ന ആലോചനകൾ, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ സഹായിക്കണം. ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്ത പുതിയ തലങ്ങൾ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ രോഗികളായിട്ടുള്ളവർ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ മാനസികമായ വിഷമങ്ങൾ മാറിപ്പോകട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാവിധ നിരാശകളും മാറിപ്പോകട്ടെ. ഭാവി അനുഗ്രഹിക്കപ്പെട്ട് കുഞ്ഞുങ്ങൾ ഉയരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രസിദ്ധരും രാജ്യങ്ങളിൽ സമ്പന്നരുമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കുടുംബജീവിതത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കുടുംബം സമാധാനവും സന്തോഷവും നിറവും വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം യേശുനാമത്തിൽ വലിയ അനുഗ്രഹങ്ങളായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ കേൾക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾ പ്രവചിച്ചോണം. നിങ്ങളുടെ കുടുംബത്തെ നോക്കി പ്രവചിച്ചോണം. നിങ്ങൾ കിട്ടുന്ന ആലോചന അനുസരിച്ച് പ്രവചിച്ചോണം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചെയ്യും. പിതാവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ലൈവിൽ ജോയിൻ ചെയ്ത ഇനി കേൾക്കുന്ന മുഴുവൻ പേരും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവ മഹത്വം വെളിപ്പെടുത്തണമേ. അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ പറയുമ്പോൾ ഒരു ശക്തിയോടെ പറയുന്നേ ആമേൻ. 4 പേര് കേൾക്കട്ടെ. കാര്യം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യാനുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 2 പറയുന്നുണ്ട്, കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് വന്നിട്ട് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതിലേക്ക് കൂടുതൽ പോകാം. എങ്ങനെ ദൈവശബ്ദം കേൾക്കാം. ജയകരമായ ജീവിതം വേണ്ടേ? വിഷയങ്ങളുണ്ടാകും, പേടിക്കേണ്ടാതെ ധൈര്യമായിട്ടിരിക്കുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നാളെയും രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ വീണ്ടും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ കർത്താവിന്റെ തങ്കച്ചിറകിൽ കർത്താവ് സൂക്ഷിക്കട്ടെ. God bless you all. God bless you. God bless you.